ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് ലോക വൃക്ക ദിനമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് കുട്ടികളുടെ എങ്ങനെ കിഡ്നി സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അതിനേക്കാളൊക്കെ ഉപരി കുറേ പേര് നമ്മുടെ ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്പറിൽ വിളിച്ചിട്ട് അവർക്ക് ഉപകാരപ്രദമായ നമ്മുടെ ചില വീഡിയോസ് കണ്ടിട്ട് അവർക്ക് ചിലർ കുട്ടിക്ക് ഇപ്പം കണ്ണിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ ശേഷം കൊണ്ടുപോയി കാണിച്ചപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളാണെന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് കാണിച്ച് അവർക്ക് പിന്നെ കോയമ്പത്തൂരിൽ നിന്നൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. അതേപോലെ ഹാർട്ടിൻ്റെ ചില വീഡിയോസ് കണ്ടിട്ട് ഒക്കെ അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ഉപകാരപ്രദമാവുന്നു എന്നറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. ഞാൻ ഓരോ ടോപ്പിക്സ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും, ഒരു എന്താ പറയുക പോയിന്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ ബോറായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുതിർന്നവരെക്കാളും കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ജന്മന കിഡ്നിയെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള കറക്റ്റ് ചെക്കപ്പ് ഡോക്ടർമാർ പറഞ്ഞ സമയത്ത് തന്നെ സ്കാനൊക്കെ ചെയ്ത് അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചികിത്സ എടുത്ത് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. അപ്പോൾ ജന്മന ഉള്ള കിഡ്നി രോഗങ്ങൾ കുട്ടികൾക്ക് കൂടുതലാണ്. അതിൻ്റെ പ്രോപ്പർ കണ്ടുപിടിക്കലും ചികിത്സയില്ലെങ്കിൽ അത് മോശം രീതിയിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ മാസം തികയാതെ പ്രസവിക്കുക അല്ലെങ്കിൽ തൂക്കക്കുറവോടെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ കിഡ്നി രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് വേറെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ അമ്മയ്ക്ക് പ്രഷർ ഉള്ളത് കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ കറക്റ്റായി ട്രീറ്റ് ചെയ്ത് കുട്ടിയുടെ വെയിറ്റ് ഒരു അപ്രോക്സിമേറ്റ് നല്ലൊരു വെയിറ്റിലേക്ക് എത്തിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഇനി ഏറ്റവും അടുത്ത കാര്യമാണ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രപ്പഴുപ്പ് എന്നുള്ള കാര്യങ്ങൾ. മൂത്രപ്പഴുപ്പ് മുതിർന്നവർക്ക് ഉണ്ടായി വന്നു പോയി എന്നുള്ള പോലെയല്ല, കുട്ടികൾക്ക് ഗ്രോയിങ് കിഡ്നിയാണ്. അതിലേക്കൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു യൂറിനറി ഇൻഫെക്ഷനും വരാതെ നോക്കണം. വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചികിത്സിക്കണം. ഡോക്ടർ ഇത്ര ദിവസം മരുന്ന് കൊടുക്കുന്നെന്നും പറഞ്ഞാൽ അതിപ്പോൾ മാറി ഇനിയിപ്പോൾ ഇത്ര ദിവസമൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് പകുതി ഡേയ്സൊക്കെ മരുന്ന് കൊടുത്ത് നിർത്തുന്നവരുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യരുത്. കുട്ടികൾ നന്നേ കുഞ്ഞു മക്കളാവുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ന്യൂക്ലിയർ സ്കാൻ അങ്ങനത്തെയൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ യാതൊരുവിധ മടിയും കൂടാതെ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ എടുക്കണം. ചില കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില മരുന്നുകൾ തുടർച്ചയായിട്ട് കൊടുക്കേണ്ടി വരും. തുടർച്ചയായിട്ടെന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ഒരു നേരം എന്ന് വെച്ചിട്ട് ചിലപ്പോൾ 6 മാസം 1 വയസ്സോ വരെയൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും അതും മുടങ്ങാതെ തന്നെ കൊടുക്കണം. ഓരോ യൂറിനറി ഇൻഫെക്ഷനും റിഫ്ലക്സ് എന്ന് പറയും, മൂത്രസഞ്ചിയിൽ നിന്ന് കിഡ്നിയിലേക്ക് ഇങ്ങനെ തിരിച്ച് മൂത്രം ഒഴുകുന്ന ചെറിയ രീതിയിലുള്ള അവസ്ഥ വന്നിട്ട് കിഡ്നിയിൽ ഓരോ പാടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കിഡ്നിയുടെ ആരോഗ്യത്തെ വല്ലാതെ മോശമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് യൂറിനറി ഇൻഫെക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെയാണ് പ്രിവെൻഷൻ, യൂറിനറി ഇൻഫെക്ഷൻ വരാണ്ട് നോക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വരാണ്ട് നോക്കാൻ? ഇപ്പം സമ്മറാണ്, നോമ്പ് സീസണാണ്, കുഞ്ഞുമക്കൾക്കൊക്കെ നന്നായിട്ട് കുഞ്ഞുമക്കൾ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നന്നായിട്ട് വെള്ളം കുടിക്കണം. കുറച്ച് മുതിർന്ന കുട്ടികൾ, ടീനേജേഴ്സൊക്കെ നോമ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം നന്നായിട്ട് കുടിക്കാൻ നോക്കണം. സെക്കൻഡ് തിങ്, യൂറിൻ പിടിച്ച് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, സ്കൂളിൽ പോയാൽ വെള്ളം മൂത്രമൊഴിക്കാൻ മടി, ഒരു ട്രാവലിന് പോയാൽ ബാത്റൂം ഇഷ്ടമല്ല, മൂത്രം ഒഴിക്കാൻ മടി. അപ്പോൾ മൂത്രം ഹോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് യൂറിനറി ഇൻഫെക്ഷനും ഉണ്ടാവും, പിന്നെ മൂത്രസഞ്ചിയുടെ മസിൽസിനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ട് പിന്നീട് മുതിർന്ന് വരുമ്പോൾ അതിന് കൺട്രോൾ കിട്ടാത്ത രീതിയിലേക്ക്, അതായത് മോശം രീതിയിലേക്ക് അത് കുഞ്ഞുങ്ങളെ നയിക്കാൻ ചാൻസ് ഉണ്ട്. അത് കുട്ടികളെ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മൾ ഓരോ പാരൻസിൻ്റെയും കടമയാണ്. അപ്പം നിങ്ങൾ ഇതവരെ കേൾപ്പിച്ചു കൊടുക്കുക, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മൂത്രം പിടിച്ചു വെക്കരുത്, മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ തന്നെ മൂത്രം ഒഴിക്കണം എന്ന് പറയാം. പിന്നെ ആ കൂട്ടത്തിൽ യൂറിനറി ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള അടുത്തൊരു കാര്യമാണ് മലബന്ധം തടയുക എന്നുള്ളത് കേട്ടോ. കോൺസ്റ്റിപ്പേഷൻ വരാണ്ട് നോക്കുക. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. വേംസിൻ്റെ മരുന്നുകളും കറക്റ്റ് ടൈമിന് തന്നെ കൊടുക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 4 പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാലോ. ഇനി 5th ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒത്തിരി കുട്ടികൾ തടി കൂടുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ ലാഘവത്തോടെ എടുക്കും. കുറച്ച് തടിയല്ലേ, അത് സാരമില്ല, അതൊക്കെ അങ്ങനെ അങ്ങ് ശരിയായിക്കോളും, എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, എൻ്റെ അമ്മ അങ്ങനെ പറയും.
നോ, അതൊട്ടും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട് വെയിറ്റിൻ്റെ. ആ അപ്പർ ലിമിറ്റിൽ കുട്ടികളുടെ തടി നിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. തടി കൂടുന്ന കുട്ടികൾക്ക് എന്താണ് പ്രശ്നം വരിക? ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം നെഗറ്റീവായിട്ട് കിഡ്നിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്ത ലൈഫ് സ്റ്റൈലിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ് പുറത്തു നിന്നുള്ള ഫുഡ് ഐറ്റംസ്. എസ്പെഷ്യലി നമ്മൾ പറയില്ലേ ഫാസ്റ്റ് ഫുഡ് എന്നുള്ള ഫുഡ് ഐറ്റംസ്. എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ഫുഡ് കൊടുക്കാണ്ടെന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ട് കൊടുക്കാൻ നമ്മൾ പറയുന്നത്, അതിലൊക്കെ ഉപ്പിൻ്റെ അംശം കൂടുതലാണ്. സോൾട്ട് ഓൾമോസ്റ്റ് ഓൾ അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണ്. അത്രയൊന്നും ഉപ്പ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട, നമ്മുടെ കുട്ടികളുടെ കിഡ്നിക്ക് താങ്ങാനുള്ള കഴിവുമില്ല. അത് കിഡ്നിയുടെ ആരോഗ്യത്തെ നെഗറ്റീവായി ബാധിക്കും. അറിയാലോ, നമ്മൾ കഴിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ എത്ര ഉപ്പാണുള്ളത് എന്നുള്ളത് അല്ലേ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, കാർബണേറ്റഡ് ബെവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല കളറിലും പല കുപ്പികളിലും ആയിട്ട് വരുന്ന റെഡിമെയ്ഡ് ജ്യൂസും അല്ലാത്ത വെള്ളമൊക്കെ ഇല്ലേ, ഗ്യാസ് പോലെയൊക്കെയുള്ള സംഭവം. ഞാൻ ഒരു പ്രത്യേക ബ്രാൻഡിനെയൊന്നും ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നില്ല. അല്ലാതെ അങ്ങനെ വരുന്ന എല്ലാ ഇങ്ങനത്തെ പാനീയങ്ങളും ഒട്ടും നല്ലതല്ല കുട്ടികൾക്ക്. അതൊക്കെ എംപ്റ്റി കാലറീസ് ആണ്, അതിൽ നന്നായിട്ട് ഷുഗർ ഉണ്ട്. അത് കുഞ്ഞുങ്ങളെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. കിഡ്നിക്കും അങ്ങനത്തെ യാതൊരുവിധ കാര്യങ്ങളും നല്ലതല്ല. അപ്പം ഇതാണ് എനിക്ക് ജനറലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് 5 പോയിന്റ്സ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആലോചിക്കണം, വെറുതെ പനി വന്നു അല്ലെങ്കിൽ കഫക്കെട്ട് വന്നു എന്നൊക്കെ പോയിട്ട് ഫാർമസി സ്റ്റോറിൽ പോയിട്ട് നേരിട്ട് മരുന്ന് വാങ്ങാതിരിക്കുക. ചില മരുന്നുകളൊക്കെ കിഡ്നിക്ക് ദോഷം ചെയ്യുന്ന മരുന്നുകളാണ്. അത് ഇത്ര ദിവസം കൊടുക്കാൻ പാടുള്ളൂ, ഇത്ര ടൈം ഡ്യൂറേഷനിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്ത് അതിന് യാതൊരുവിധ കുഴപ്പമില്ല. സെൽഫായിട്ട് മെഡിക്കേഷൻസ് എടുക്കുന്നത് നല്ലതാണ്. അത് അലോപ്പതി മാത്രമല്ല, ബാക്കി സിസ്റ്റംസ് ഓഫ് മെഡിസിനിലും കിഡ്നിക്ക് ദോഷമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും കണ്ടന്റ് എന്താണെന്ന് അറിയാണ്ട് കുട്ടിയുടെ തടി കൂട്ടാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വിശപ്പില്ലാത്ത കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞ് അതും ഇതും മരുന്നുകൾ പല സിസ്റ്റം ഓഫ് മെഡിസിനും, അലോപ്പതി മാത്രമല്ല ബാക്കി മെഡിസിനൊക്കെ നിങ്ങൾ ചിലപ്പോൾ വാങ്ങിക്കൊടുക്കാറില്ല, ഇവർ പറഞ്ഞത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. ടീനേജേഴ്സിൽ വേറെ കാണുന്നതാണ്, നമ്മൾ എപ്പോഴും അവർക്ക് ഫിറ്റായിട്ടിരിക്കാൻ ബോഡി ബിൽഡിങ്ങിനുള്ള കുറേ പൗഡേഴ്സൊക്കെ ചിലരൊക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പൗഡേഴ്സും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒന്നും മക്കൾക്ക് കൊടുക്കല്ലേ. ഇതെല്ലാം കിഡ്നിയുടെ ആരോഗ്യത്തെ തകിടം മറിച്ച് കളയാൻ ചാൻസ് ഉള്ള ഒന്നാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക. കുഞ്ഞു മക്കളാണെങ്കിൽ 1 വയസ്സ് വരെ ആകുമ്പോൾ അവരുടെ കൺട്രോളിലല്ല, അല്ലെങ്കിൽ 2 വയസ്സ് വരെ ആകുമ്പോൾ അവരുടെ കൺട്രോളിലല്ല അവരുടെ കിഡ്നി ഹെൽത്ത്, നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കൊടുക്കാൻ നിങ്ങൾ നോക്കണം. ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും മോഷനും മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഡയപ്പർ യൂസ് ചെയ്യുമ്പോഴും അത് തുണിയാണെങ്കിലും മോഷനായി കഴിഞ്ഞാൽ ഉടനെ അത് മാറ്റാൻ നോക്കുക. മോഷനിലൊക്കെ നല്ല ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ യൂസ് ചെയ്യാതെ ഇങ്ങനെ മാറ്റാതെ വെച്ചിരുന്ന യൂറിനറി ഇൻഫെക്ഷന് നല്ല ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാകുമ്പോൾ തന്നെ കുട്ടികളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം നിങ്ങൾ നീറ്റായിട്ട് ക്ലീനായിട്ട് എപ്പോഴും കഴുകി, ഞാൻ എപ്പോഴും പറയുന്നത് കെമിക്കൽസിലൊന്നും മുക്കി വെക്കണം എന്നില്ല. ചൂടുവെള്ളം, തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് ജെൻറ്റിലായിട്ടുള്ള ഡിറ്റർജൻറ്റ് വെച്ച് കഴുകിയിട്ട് വെയിലത്ത് ഉണക്കിയാൽ മതി. എന്നിട്ട് 6 മാസം കൂടുമ്പോൾ ഇവരുടെ ഷെഡുകളൊക്കെ ഒന്ന് നിങ്ങൾ മാറ്റാനും ശ്രമിക്കണം എന്നല്ല, മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ അത്ര എണ്ണം വാങ്ങിയാൽ മതി. അപ്പോൾ എല്ലാ 6 മന്ത്സും അതൊന്ന് ചേഞ്ച് ചെയ്യാനും നോക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് ആണെങ്കിലും നമ്മൾ കറക്റ്റായി നോക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം വരുത്തും. ഇനി നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ പോരട്ടെ, നമുക്ക് ഓരോ കേസസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.